കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് പാർട്ട് 6 ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് കേരള PSC പരീക്ഷയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾക്ക് പ്ലേലിസ്റ്റ് കാണുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ നോക്കുക. ക്ലാസ്സുകളുടെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഓരോ ക്ലാസ്സിൻ്റെ അവസാനം MCQ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്താറുണ്ട്. അത് മറ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതായത് ക്ലാസ്സിൻ്റെ അവസാനങ്ങളിലോ അത് ഉൾപ്പെടുത്താറുണ്ട്. ഈ വീഡിയോയിൽ ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക് എന്നാണ് നോക്കുന്നത്. ഓഡിറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളാണ് ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്. പലപ്പോഴും മാറിപ്പോവാറുണ്ട്. MC ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾ എന്താ ആദ്യം നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാവാറുണ്ട്. അവിടെ ഒരു ഗേറ്റ് കീപ്പർ, എൻട്രി പാസ്, ഗേറ്റ് പാസ് എന്നിങ്ങനെ പല പ്രൊസീജിയറിലൂടെ മാത്രമേ എൻട്രി എക്സിറ്റ് പോസിബിൾ ആവുള്ളൂ. അവിടേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് പെട്ടെന്നാണ് എൻട്രി ചെയ്യാനോ, എൻട്രി ചെയ്തവർക്ക് എക്സിറ്റ് ആവാനോ, അതല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനൊക്കെ പെർമിഷൻ, അതുപോലെ പല ഇതിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്. അതൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രോഡോ അല്ലെങ്കിൽ മറ്റ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണങ്ങളോ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു പോളിസിയുടെ ഭാഗമാണ്, പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഗേറ്റ് കീപ്പർ പറയും ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഫോളോ ചെയ്യണമെന്ന് പറയും. എന്ന് പറയുമ്പോൾ അത് പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അതൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അത് സെറ്റപ്പ് അങ്ങനെയാണ്. മുകളിൽ പെർമിഷൻ എടുക്കേണ്ടി വരും, മുൻകൂട്ടി ലെറ്റർ വേണ്ടി വരും, അങ്ങനെ പല സിസ്റ്റം വേണ്ട. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. എന്നതുപോലെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകാം വൗച്ചറുകൾ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെൻസ് വൗച്ചർ പ്രകാരം ഒരു ക്യാഷ് നൽകണമെങ്കിൽ, ക്യാഷ്യർക്ക് നൽകണമെങ്കിൽ ആ വൗച്ചർ ആദ്യമേ പാസ്സാക്കേണ്ടതുണ്ട്. ഒരു ഓതറൈസ്ഡ് ഓഫീസർ അത് പാസ്സാക്കേണ്ടതുണ്ട്. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെങ്കിൽ, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയ ഒരു വൗച്ചർ ആണെങ്കിൽ, കോസ്റ്റ്ലി ഉദ്ദേശിച്ചത് വലിയൊരു സംഖ്യ വൗച്ചർ ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു ഓഫീസർ എന്തെങ്കിലും അത് അപ്രൂവ് ചെയ്യേണ്ടി വരും, പാസ്സാക്കേണ്ടി വരും. അങ്ങനെ പല നടപടിക്രമങ്ങൾ അതിൻ്റെ മുകളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ ആ ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് നടത്താൻ കഴിയില്ല. അത് 3-4 ആളുകളിലൂടെ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലൂടെ കയറി അത് പാസ്സായി അതിൻ്റെ പ്രൊസീജിയറിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതും ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ പോളിസീൻ്റെ ഭാഗമാണ്, പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണൽ കൺട്രോൾ എന്നതൊരു സിസ്റ്റമാണ്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പോളിസി, പ്രൊസീജിയേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ ഇത് ആരെ ഡെവലപ്പ് ചെയ്തത്? ബൈ മാനേജ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ട്? ടു സേഫ് ഗാർഡ് അസെറ്റ്, എൻഷുർ അക്യുറസി ഓഫ് റെക്കോർഡ്സ്, പ്രൊമോട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോ ആൻഡ് പോളിസീസ്. അവരാദ്യമേ സെറ്റ് ചെയ്ത ലോ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന നാടിൻ്റെ നിയമത്തിനും അവരുടെ പോളിസിക്കും പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആ നടപടിക്രമം പോലെ തന്നെയാണ് എല്ലാം ക്രമത്തിലാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനും, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യാനും, അവിടെ മിസ്റ്റേക്കുകളൊന്നുമില്ല, എല്ലാം ആക്യുറേറ്റ് ആണ്, റെക്കോർഡ്സൊക്കെ വളരെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താനും, അവിടെ അസറ്റുകൾ ഉണ്ടാവും, വില കൂടിയ പല ഐറ്റംസ് ഉണ്ടാവും, അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, അതിലൊന്നും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അതിലൊന്നും കേടുപാടുകൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയാം. വീണ്ടും പറയാം, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? ഈ പറഞ്ഞ തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. അതിലൊന്ന് സേഫ് ഗാർഡ് അസെറ്റ് ഫ്രം ലോസ് ഓർ ഫ്രോഡ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെയത്. സേഫ് ഗാർഡ് അസെറ്റ് ഫ്രം ലോസ് ഓർ ഫ്രോഡ്, എൻഷുർ അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. കാരണം അക്കൗണ്ട് റെക്കോർഡ്സ് ആക്യുറേറ്റ് ആവണം, റിലയബിൾ ആവണം. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നേരത്തെ വൗച്ചറുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓതറൈസ് ചെയ്യേണ്ടതുണ്ട്, പാസ്സാക്കേണ്ടതുണ്ട്. അതേപോലെ റെസിപ്റ്റ്സുകളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ആണെങ്കിൽ അത് മുൻകൂട്ടി അതിൻ്റെ മിനിറ്റ്സിൽ വേണ്ടി വരും, അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും. അങ്ങനെ പല പ്രൊസീജിയറൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. പ്രൊമോട്ട് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻസ്, ഇതിൻ്റെ ഒക്കെ ആകെ തുക അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇവരെ എഫിഷ്യൻസി കൂട്ടുക തന്നെ ചെയ്യും. എൻകറേജ് അഡ്ഹറൻസ് ടു പോളിസീസ് ആൻഡ് ലോ, എല്ലാം പോളിസി ലോ പ്രകാരം തന്നെയല്ലേ, ക്രമത്തിലല്ലേ എന്നത് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കാനും.
എൻഷ്യൂർ ടൈമറി ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻസ്. എല്ലാം അക്യുറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം എന്തായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അതിൻ്റെതായ ഓരോ ഗുണങ്ങളുണ്ടാകും. ഫീച്ചേഴ്സ് നോക്കാം. കൺട്രോൾ, എൻവോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ആവാം, ഗവേൺസിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം, HR പോളിസികൾ, അങ്ങനെ 360 എല്ലാ ഭാഗങ്ങളും എല്ലാം എന്താണ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൺട്രോളിൽ ആവുന്ന രീതിയിൽ. റിസ്ക് അസസ്മെൻറ്റ്, ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്കുകൾ എന്തൊക്കെയെന്ന് മുൻകൂട്ടി കണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനത് ഹെൽപ്ഫുള്ളാണ്. കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൺട്രോൾ ആക്ടിവിറ്റീസ്, ഇപ്പോൾ എക്സ്പെൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത് അവർ പറയുകയാണ് ഞങ്ങൾ ചെക്ക് വഴി ഇത് ഇഷ്യൂ ചെയ്യുള്ളൂ. അത് രണ്ട് നിലക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ചെക്ക് വഴി ആകുമ്പോൾ അത് ബാങ്കിലൂടെ പോകുന്നത് കൊണ്ട് ആ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും, ആർക്ക് കൊടുത്തു എന്ന്. അതേപോലെ തന്നെ അത് കുറച്ച് സ്ലോ ആക്കുകയും ചെയ്യും. അപ്പോൾ ആ എക്സ്പെൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ അക്യുറസി കൂട്ടാനും പറ്റും. അപ്പോൾ കൺട്രോൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഓതറൈസേഷൻ, അപ്രൂവൽസ്, റീകൺസിലിയേഷൻസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മോണിറ്ററിങ്, ഇതൊക്കെ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന ബ്രോഡ് ടേമിൻ്റെ ഫീച്ചേഴ്സ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നുള്ളൂ, ഇൻറ്റേർണൽ ചെക്ക് വരുള്ളൂ. ഇൻറ്റേർണൽ കൺട്രോളാണ് മെയിൻ, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇൻറ്റേർണൽ ചെക്ക്. നമുക്ക് ഇനി പറയേണ്ടതുണ്ട്. അത് ലിമിറ്റേഷൻസ് കൂടി നോക്കേണ്ടതുണ്ട് ഇൻറ്റേർണൽ കൺട്രോൾ. കാരണം എന്തിനും ലിമിറ്റേഷൻ അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് കൺസ്ട്രെയിൻ്റ് ആണ്. കാരണം ഇതൊരു കോസ്റ്റ്ലി ആക്ടിവിറ്റിയാണ് ഈ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് എല്ലാ തലങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലായിടത്തും അതിൻ്റേതായ രീതിയിൽ പോളിസി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പാലിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് പോസിറ്റീവ് ആവണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ കോസ്റ്റ്ലി ആവാം, അതല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടായേക്കാം. അപ്പോൾ അതിന് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ വരിക. ഹ്യൂമൻ എററും ഇവിടെയും പോസിബിളാണ്. കാരണം ഹ്യൂമൻ എറർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യുന്നത്. എങ്കിലും എററിന് ചാൻസ് അവിടെ പിന്നെയും ഉണ്ട്. കൊളീഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ്, കാരണം ഓരോ വർക്കിനും ഓതറൈസേഷൻ വേണം, അപ്രൂവൽ വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പക്ഷേ എംപ്ലോയീസ് തമ്മിൽ കൊളീഷൻസ് ഉണ്ടാക്കാനോ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. ജെന്യൂനായ പല കേസുകൾക്കും ഒരു പക്ഷേ അപ്രൂവൽ കിട്ടാതെ പോയേക്കാം, അല്ലെങ്കിൽ അത് പോളിസിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവില്ല. എല്ലാതും പോളിസിയിൽ പറയാം, എല്ലാതും അതുപോലെ ലോയിൽ എഴുതി വെക്കുന്നത് പോസിബിൾ അല്ല. തികച്ചും ജെന്യൂനായ പലതും അതിലില്ലാത്തതും യൂണീക്കായതൊക്കെ വന്നേക്കാം. അപ്പോൾ ആ സമയത്തും ചില ഉദ്യോഗസ്ഥർ ഇതിന് വകുപ്പില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വന്നേക്കാം ഇതിന്. ഇപ്പോൾ കൊളീഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ്, മാനേജ്മെൻറ്റ് ഓവർ റൈഡ്, ഒരു പക്ഷേ ഒരു മാനേജ്മെൻറ്റ് അമിതമായ അധികാരം ഇവിടെ വന്നേക്കാം. കാരണം എല്ലാറ്റിനും അവരുടെ കയ്യിൽ ഗ്രിപ്പ് ഉള്ളത് കൊണ്ട്, അല്ലാതെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു പക്ഷേ എന്തുണ്ടാവാം, മാനേജ്മെൻറ്റ് ഓവർ റൈഡിന് ചാൻസ് ഉണ്ട്. അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ മേ ബൈപ്പാസ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞു യൂണീക്കായ കാര്യങ്ങൾ വരികയാണെങ്കിൽ യൂഷ്വലിനൊക്കെ അവിടെ കീഴിലേ ഉണ്ടാവും. അൺയൂഷ്വലായ കാര്യങ്ങൾ വന്നാലോ അതിന് കീഴിലേ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ചെയ്യേണ്ട എന്നല്ലല്ലോ, അത് പ്രൊസീഡ് ചെയ്യേണ്ട എന്നല്ലല്ലോ. അപ്പോൾ അത് ബൈപ്പാസ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾക്ക് മുകളിലൂടെ അത് കടത്തി വിടേണ്ടി വരും, ഒരു ഗ്രീൻ ചാനലിനെ പോലെ. പക്ഷെ അങ്ങനെ ചെയ്തതോടുകൂടി ഈ സിസ്റ്റം മൊത്തം എന്തായവാണ്, കൊളാപ്സ് ആവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്? ആ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇല്ലാതായും. അതൊരു ലിമിറ്റേഷനാണ്. എക്സാമ്പിൾസ് ഓരോന്ന് നോക്കാം. ഒന്ന് ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു അക്കൗണ്ട്സിലൊക്കെ എന്ത് വേണ്ടി വരും, കാഷ്യർക്ക് ഓതറൈസേഷൻ വേണ്ടി വരും. എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും ആർക്കെങ്കിലും ഒരു വൗച്ചർ കൊടുക്കണമെങ്കിൽ കൊടുക്കുന്ന മുമ്പേ വൗച്ചർ പാസ്സാക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് അപ്രൂവൽ കിട്ടേണ്ടി വരും. അപ്പോൾ 1, 3, 4, 5 ആളുകളുടെ ഓരോ ട്രാൻസാക്ഷനും കടന്നു പോകുള്ളൂ. അപ്പോൾ തന്നെ അതെന്താവും, അത് ജെന്യൂൻ ആവും, അതിൽ ഫ്രോഡിന് ചാൻസ് കുറയും, മിസ്റ്റേക്കിന് ചാൻസ് കുറയും. ആ വൗച്ചറിന് കാരണമായ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആണ്. ഒരു ഡ്യൂട്ടി ഒരാൾ മാത്രമല്ല ചെയ്യുക, അത് 2, 3 ആളുകളിലൂടെ ചെയ്യപ്പെടുക. അതെന്തിനാണ്? ഒരു സേഫ് ഗാർഡിന് വേണ്ടിയിട്ടാണ്, ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ ബാങ്കിൽ കാഷ്യർ, ബാങ്ക് മാനേജർ, ഇവർ 2 പേരുടെ കയ്യിലായിരിക്കും എന്തുണ്ടാവുക, ക്യാഷ് ബാലൻസ് ഉണ്ടാവുക. ഒരാൾ മാത്രം വിചാരിച്ചാൽ ആ ക്യാഷ് എടുക്കാനോ കൊണ്ടുപോകാനോ സാധിക്കില്ല, 2 ആളും കൂടെ അറിവിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് ഡിവിഷൻ്റെ ഭാഗമാണ്. ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ ഇത്.
അതേപോലെ പല ആളുകളിലൂടെ ആയിരിക്കും അത് കംപ്ലീറ്റ് ആയി പോവുക. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻറ്റേർണൽ കൺട്രോളിലൂടെ അത് സിസ്റ്റം ഓക്കെ ആവാനും എഫിഷ്യൻസി കൂടാനും മറ്റുള്ള എററുകൾ ഇല്ലാതാവാനൊക്കെ വേണ്ടിയിട്ടാണത്. ബാങ്ക് റീകൺസിയേഷൻസും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ബാങ്ക് ബാലൻസ് വേറെയാണ്. അപ്പോൾ റീകൺസിൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കിയാൽ അത് ഓക്കെ ആവുള്ളൂ. ദെൻ പ്രീ നമ്പേർഡ് ഡോക്യുമെൻറ്റ്, നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് പ്രീ നമ്പേർഡ് ഡോക്യുമെൻറ്റ്. ചില ആധാരം പോലെ ഡോക്യുമെൻറ്റുകൾ, അല്ലെങ്കിൽ അതുപോലെ എഗ്രിമെൻറ്റുകൾ, അതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ എന്തുണ്ടാവും? നമ്പർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്തുണ്ടാവും? ഒരു കണക്കുണ്ടാവും അതിൽ. അപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ PSC എക്സാം എഴുതുന്ന സമയത്ത് ഒരു ഹാളിലേക്ക് 20 ഷീറ്റ് നൽകി കഴിഞ്ഞാൽ അതിൽ 10 പേര് വരാത്തുണ്ടെങ്കിൽ 10 ഷീറ്റ് റിട്ടേൺ ഉണ്ടാവും. 10 റിട്ടേൺ വേണം. അപ്പോൾ അതിന് കണക്കുണ്ട്. 10 ഇല്ലെങ്കിൽ എന്താണ്? അത് ഇഷ്യൂ ചെയ്ത ആളതിന് അത് എന്ത് ചെയ്യേണ്ടി വരും? അതിന് മറുപടി പറയേണ്ടി വരും എന്നതുപോലെ. ഇപ്പോൾ ചില കേസിൽ 4 പേജുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഓരോ പേജിലുണ്ടാവും 1 out of 4, രണ്ടാമത്തെ പേജിൽ 2 out of 4, മൂന്നാമത്തെ പേജാണ് 4 പേജ് ഉള്ളതിൽ എന്ന രീതിയിൽ അത് നാലാമത്തെ പേജിൽ 4ാമത്തെ പേജ്, 4 അവസാനിക്കുന്ന 4ാമത്തെ പേജ് എന്ന രീതിയിൽ നമ്പർ ഇടുക കാണാം. അതൊക്കെ എന്താണ്? ഒരു പേജ് വലിച്ച് കീറി ഒഴിവാക്കിയാലോ അല്ലെങ്കിൽ ഒന്ന് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ അവസാനത്തെ പേജ് മാറ്റി വെച്ചാൽ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാതെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ രീതിയിൽ അത് പ്രീ നമ്പേർഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെ ഇൻറ്റേർണൽ ചെക്ക് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ഇൻറ്റേർണൽ കൺട്രോളാണ് മെയിൻ. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ എന്ത് വരുള്ളൂ? ഇൻറ്റേർണൽ ചെക്ക് വരുള്ളൂ. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മാറേണ്ടതില്ല. ഇറ്റ്സ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എമംഗ് എംപ്ലോയീസ് ഇൻ സച്ച് എ വേ ദാറ്റ് the work of one person is automatically checked by another as part of routine operation. അവിടെ നടക്കുന്ന എല്ലാ ജോലികളും റുട്ടീനായിട്ട് ഒരു എംപ്ലോയി ചെയ്ത വർക്ക് മറ്റൊരു എംപ്ലോയി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലായിട്ട് അത് ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തെയാണ്, ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയാം. ഇപ്പോൾ ഒരാൾ ചെയ്ത ഒരു വർക്ക് അത് ശരിയാണോ, അത് തെറ്റുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് വന്നിട്ടുണ്ടോ എന്നത് ഒരു ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു എംപ്ലോയി, അതേ ഓർഗനൈസേഷൻ്റെ സ്റ്റാഫ് തന്നെ, അയാളുടെ പണി എന്താണ്? ആദ്യത്തെ ആൾ ചെയ്ത വർക്ക് ചെക്ക് ചെയ്യാം. അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ നടന്നോളും. ഒരു ഡെയിലി ആയിട്ട് റുട്ടീനായിട്ട് അതങ്ങനെ നടന്നോളും. അതാണ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണലി ചെക്ക് ചെയ്യാണ്. ഇൻറ്റേർണലായി നടന്നൊരു കാര്യത്തെ ഇൻറ്റേർണൽ സ്റ്റാഫ് തന്നെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് അതിനായിട്ട് നിയമിച്ച മറ്റു സ്റ്റാഫ് എന്ത് ചെയ്യാണ്? അത് പരിശോധിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രിവെൻറ്റ് ആൻഡ് ഡിറ്റക്റ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. തീർച്ചയായിട്ടും പ്രിവെൻറ്റ് ആൻഡ് ഡിറ്റക്റ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റേജിൽ, ഏറ്റവും ബിഗിനിങ്ങിൽ കണ്ടെത്തേണ്ടത്. നമ്മൾ പത്രങ്ങൾ കാണുന്ന പല ഇഷ്യൂസും പല സംഗതികളും എല്ലാം കഴിഞ്ഞ് പറ്റിക്കപ്പെട്ട ശേഷമാണ് അറിയാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ റിസ്ക് കുറക്കാൻ പറ്റുള്ളൂ. ആണ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞത്. എൻഷ്യൂർ അക്യുറസി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. കാരണം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. പോസ്റ്റിങ്ങിൽ മാനുവലി ചെയ്യുന്ന സമയത്ത് പല മിസ്റ്റേക്സും ചാൻസ് ഉണ്ട്. 0 വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒമിഷൻ, കമ്മീഷൻ എന്നൊക്കെ പല ഈ എററുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനൊന്നും വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ വർക്ക് പെർഫോമഡ്. ഓരോ ആളുകൾക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്കിൽ മാത്രമേ അവിടെ പിന്നെ എന്ത് നടക്കുള്ളൂ? ഇൻറ്റേർണൽ ചെക്ക് നടക്കുകയുള്ളൂ. ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് റിലയബിലിറ്റി ഓഫ് റുട്ടീൻ വർക്ക്. ഈ പറയുന്ന ഡെയിലി യൂഷ്വലായി ചെയ്യുന്ന വർക്കുകളിൽ എഫിഷ്യൻസി, അതിൽ അക്യുറസി വരുത്താൻ വേണ്ടിയിട്ടും. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ചെക്കിങ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വർക്കാണ്. റുട്ടീനായിട്ട് ഡെയിലി അതങ്ങനെ നടന്നുകൊണ്ട് വെക്കും. ജെന്യൂനായിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾ ചെയ്തത് തെറ്റുണ്ടോ എന്ന് വേറെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവർ എൻട്രി ചെയ്ത എമൗണ്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അവർ കൂട്ടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേറൊരു സിസ്റ്റം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യും? ആക്യുറേറ്റ് ആയിട്ട് അത് കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ മറ്റുള്ള എററോ അല്ലെങ്കിൽ ഫ്രോഡിനായിട്ട് ചാൻസ് ഇല്ല. ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. വീണ്ടും പറയുന്നു, ഫീച്ചറായിട്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് മുൻകൂർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഓതറൈസേഷൻ. ഡോക്യുമെൻറ്റേഷൻ, ഓതറൈസേഷൻ അല്ലെങ്കിൽ ഫയലിങ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രോപ്പർ വേ ഉണ്ട്, പ്രോപ്പർ ചാനലുണ്ട്. ബിൽറ്റ് ഇൻ ക്രോസ് വെരിഫിക്കേഷൻ. ഒരു ക്രോസ് വെരിഫിക്കേഷൻ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരാൾ ചെയ്ത കാര്യം മറ്റൊരാൾ വെരിഫൈ ചെയ്യലാണ്. ബിൽറ്റ് ഇൻ ക്രോസ് വെരിഫിക്കേഷൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കേസിൽ
പർച്ചേസ് ഒരാൾ തന്നെ പർച്ചേസ് ചെയ്യുക, അയാൾ തന്നെ ക്യാഷ് കൊടുക്കുക, അയാൾ തന്നെ അത് കൊണ്ടുവരിക, അയാൾ തന്നെ അത് ഉപയോഗിക്കുക എന്ന രീതിയല്ല ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ആദ്യം പർച്ചേസ് വേണമെങ്കിൽ ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് കൊടുക്കണം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ. അവരെ പരിശോധിച്ച് അതെന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, അത് പ്രകാരം പർച്ചേസ് നടത്തിയിട്ട് അത് സ്റ്റോർ കീപ്പർക്ക് കിട്ടും. സ്റ്റോർ കീപ്പറിൽ പിന്നെ ആ മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻ്റ് വെച്ചാലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ജീവനക്കാർക്ക് അവിടുന്ന് സ്റ്റോറിൽ നിന്ന് ആ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അവിടെ ചെന്നാൽ കിട്ടില്ല. അതിൻ്റെ ഫോമും അതിൻ്റെ അപ്രൂവലായിട്ട് ചെന്നാലേ അവിടുന്ന് അത് ഇഷ്യൂ ചെയ്യുള്ളൂ. അവിടെ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യേണ്ട രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആർക്ക് എപ്പോൾ എത്ര ഇഷ്യൂ ചെയ്തു, സ്റ്റോക്ക് ലെവൽ എത്ര, അങ്ങനെ ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ പ്രൊസീജിയർ നടക്കുക. അതേപോലെ ക്യാഷ് റിസീവ്ഡ് ബൈ കാഷ്യർ. ഇപ്പോൾ കാഷ്യറിൻ്റെ പണി എന്താണ്, ക്യാഷ് വാങ്ങി വെക്കുക എന്നാണ്, അല്ലെങ്കിൽ ക്യാഷ് നൽകുക, വാങ്ങുക, അത് മാത്രമേ ഉള്ളൂ. കിട്ടിയ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വേറൊരാളായിരിക്കും. ഡെപ്പോസിറ്റ് ചെയ്യുന്നതും വന്ന ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാഫ്, അത് വേറൊരാളായിരിക്കും. അതാണ് ഡിവിഷൻ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ഡ്യൂട്ടി എന്താണ്, വ്യത്യസ്ത ആളുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ ഫ്രോഡ് ഇല്ലാതാക്കാനും എറർ കുറക്കാനും വേണ്ടിയിട്ടാണ്. സെയിൽസ് പ്രോസസ്സും ഒക്കെ തന്നെയാണ്. പിന്നെ ഓർഡർ എടുക്കുന്നു, അത് വേറെ ആൾ ഡെലിവറി ചെയ്യുന്നു, അത് ഇൻവോയ്സ് അക്കൗണ്ട്സിൽ വേറെ ആൾ കൈകാര്യം ചെയ്യുന്നു, അത് വേറെ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ രീതിയിൽ അതിൻ്റെ പ്രൊസീജിയറും മറ്റേ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. ഒറ്റ വാക്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ചെക്ക്. സ്കോപ്പ് എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ കൺട്രോൾ എന്നത് ബ്രോഡ് കവറാണ്, ഒരു ബ്രോഡ് സ്കോപ്പാണ്. അതായത് എൻ്റെ ഓർഗനൈസേഷനിൽ കവർ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ എന്തല്ല, അത് കുറച്ച് നാരോ ആണ്. നേരത്തെ പറഞ്ഞു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ അകത്താണ് ഇൻറ്റേർണൽ ചെക്ക് വരിക. ഇൻറ്റേർണൽ കൺട്രോളാണ് ബ്രോഡ്, ഇൻറ്റേർണൽ ചെക്ക് അതിലേറെ ചെറുതാണ്, നാരോ ആണ്. കാരണം അത് ഓരോ സ്പെസിഫിക് ആക്ടിവിറ്റിയിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റം ഒരു എക്സാമ്പിൾ ഞാൻ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞത് എൻ്റെ ഓർഗനൈസേഷനെ ബാധിക്കുന്നതാണ്. എല്ലാ മേഖലയിലും അതുണ്ടാവും. ഇപ്പോൾ അക്കൗണ്ട്സിലാണെങ്കിൽ പാസ്വേഡ് ഉണ്ടാവും, ക്ലർക്കുമാർക്ക് എന്തുണ്ടാവും, അവരെ ലോഗിൻ ഉണ്ടാവും. ആ ലോഗിനിൽ അവർക്ക് മാത്രമേ കയറാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ മുകളിലുള്ള അഡ്മിൻസിന് വേണമെങ്കിൽ അഡ്മിൻ ലോഗിൻ ഉണ്ടാവും. അത് പ്രകാരം അവർക്ക് കൂടുതൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ചുകൂടി വൈഡാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇനി നാച്ചർ നോക്കുകയാണെങ്കിൽ പോളിസി, പ്രൊസീജിയർ, ഓർഗനൈസേഷൻ സെറ്റപ്പ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ക്രോസ് ചെക്കിങ്, ഇതൊക്കെയാണ് നടക്കുക. യൂഷ്വലി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്നത്. പക്ഷേ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ സേഫ് ഗാർഡ് അസറ്റ്, എൻഷ്യൂർ എഫിഷ്യൻസി, കംപ്ലൈൻസ്, കുറച്ചുകൂടി വലിയ ഒബ്ജക്റ്റീവ്സ് ആണ് എന്തിനുണ്ടാവുക, ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടാവുക. പിന്നെ അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ അത് എറർ ആൻഡ് ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യുക, അത് ട്രാക്ക് ചെയ്യുക, അത് അറ്റ് ദ ബിഗിനിങ്ങിൽ തന്നെ കണ്ടെത്തുക എന്നതൊക്കെയാണ് ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഉദ്ദേശങ്ങൾ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ്. ഇൻറ്റേർണൽ കൺട്രോൾ കുറച്ച് മാനേജ്മെൻറ്റ് ലെവലിൽ പെട്ട സംഭവമാണ്. പക്ഷേ ഇൻറ്റേർണൽ ചെക്ക് എന്നത് എന്താണ്, ഓപ്പറേഷൻ ലെവലാണ്. കവറേജ് എന്ന് പറഞ്ഞാൽ ബോത്ത് പ്രിവെൻറ്റീവ് ആൻഡ് ഡിറ്റക്റ്റീവ് ആണ്. പക്ഷേ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി പ്രിവെൻറ്റീവ് ആൻഡ് ഡിറ്റക്റ്റീവ് ഇൻ റുട്ടീൻ വർക്കാണ്. എല്ലാ യൂഷ്വലായി ചെയ്യുന്ന വർക്കുകൾ പ്രിവെൻറ്റീവ് ഡിറ്റക്റ്റീവ് എന്ന രീതിയിലായിരിക്കും ഇൻറ്റേർണൽ ചെക്ക് കാണുക. പക്ഷേ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുമ്പോഴും പ്രിവെൻറ്റീവ് ഡിറ്റക്റ്റീവ് ആണ്. പക്ഷേ അത് എല്ലാ മേഖലയിലും അത് വന്നോളുന്നുണ്ടാവില്ല. പക്ഷേ അത് കുറച്ചുകൂടി ബ്രോഡ് ടേമാണ്, അതിന് വലിയൊരു സ്കോപ്പാണുള്ളത്. ഇത്രയും ഭാഗങ്ങളാണ് ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ കൺട്രോൾ എന്ന ഓഡിറ്റിംഗ് മൊഡ്യൂളിൽ എടുത്താണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട 18ഓളം പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അടക്കം, അല്ലെങ്കിൽ മിക്കതും പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, PYQs തന്നെയാണ്, MCQ ക്വസ്റ്റ്യനുകൾ ഇതിൻ്റെ പിറകെ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.